വർഷങ്ങൾക്ക് ശേഷം മക്ക നഗരമാകെ ഇസ്ലാമിക ഭരണത്തിലേക്ക് കടന്നു വരികയാണ്. അതായത് മക്കം ഫതഹിന്റെ സമയം. ഈ സമയം പ്രവാചകൻ മദീനയിൽ നിന്നും മക്കയിലേക്ക് വന്ന വിവരം മരുഭൂവാസിയായ ഒരു ദരിദ്രനായ മനുഷ്യൻ അറിയാൻ ഇടയാവുകയാണ്. റസൂലിനെ കുറിച്ച് ഒരുപാട് കേട്ട അദ്ദേഹം റസൂലിനെ കാണണമെന്ന അതിയായ ആഗ്രഹത്താൽ ഒരു ദിവസം മക്ക നഗരിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ റസൂലിനെ കണ്ട സന്തോഷവും ആശങ്കയും നിറഞ്ഞ് സംസാരിക്കാനൊന്നും കഴിയാതെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്ന മനുഷ്യനെ നോക്കി, എന്തിനങ്ങനെ ചെയ്യണം? തലകുനിച്ച് നിൽക്കാൻ ഞാൻ രാജാവൊന്നുമല്ലല്ലോ. വെയിലത്ത് ഇറച്ചി ഉണക്കി അത് ഉണക്ക റൊട്ടിയോടൊപ്പം കഴിക്കുകയും മകനെ കഴിപ്പിക്കുകയും ചെയ്ത ഒരു പാവം സ്ത്രീയുടെ മകനാണ് ഞാനെന്ന് ലോകം ജയിച്ചു നിൽക്കുമ്പോഴും പറയാൻ തോന്നിയ മഹാവ്യക്തിത്വത്തിന്റെ പേരായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യനെ രണ്ടായി കാണാൻ സമൂഹം സൃഷ്ടിച്ചു വെച്ച അതിർത്തികളോ മാനദണ്ഡങ്ങളോ ഒന്നും റസൂലിന് ഒരു അതിരുകളേ ആയിരുന്നില്ല. നിറമോ രൂപമോ ഒന്നും നോക്കാതെ അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തി എന്നതായിരുന്നു അവിടുന്ന് ചെയ്ത ഏറ്റവും വലിയ വിപ്ലവങ്ങളിൽ ഒന്ന്.